ഹായ് ഗേസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ്. അപ്പം നേരെ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും കാണണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പിന്നെ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുവാണ്. എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. എല്ലാം അവിയലിന് അരിയേണ്ട രീതി ഇതാണ്. ഈ രീതിയിൽ തന്നെ അരിയുക. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ അരപ്പിനുള്ള തേങ്ങയും ഒരു 4 വെളുത്തുള്ളിയുണ്ട്, പിന്നെ ഇച്ചിരി ജീരകം, ചെറിയുള്ളി, കരിയാപ്പില. ഇത് ഇത്രയും കൂടെ നമ്മൾ ചതച്ചാണ് ചേർക്കേണ്ടത്. പിന്നെ പച്ചമുളകും ഉണ്ട്. 2 പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ചതച്ച് ചേർക്കണം. പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിക്കാനുള്ള പാത്രമാണ്. കറിവേൽ വേവിക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്യാം. അങ്ങനെ കഷ്ണങ്ങളെല്ലാം വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 അതുപോലെ കരിയാപ്പിലയും കൂടെ മണ്ടക്കിയിട്ടിട്ടുണ്ട്. അതുകൂട്ട് തന്നെ നമുക്ക് ഇനി പൊടിയാണ് ആഡ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾ പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടിയും കൂടി കുറച്ചിട്ടേക്കാം. മല്ലിപ്പൊടി കുറച്ച് മതി. പിന്നെ നമുക്ക് വേണ്ടതിന് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയുണ്ട് കേട്ടോ. 3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ടാണ്. നമ്മൾ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. അധികം വേവ് വേണ്ട. അവിയലിന് അധികം വേവിൻ്റെ ആവശ്യമില്ല കഷ്ണങ്ങൾക്ക്. അതുകൊണ്ടാണ് കുക്കറിൽ യൂസ് ചെയ്യാത്തത്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വേകാനുള്ള വെള്ളം, പച്ചക്കറി വേകാനുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളമെല്ലാം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ ചതയ്ക്കാനുള്ളതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇച്ചിരി കടുവും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. ചെറിയ ഉള്ളിയും കരിയാപ്പിലയും എല്ലാം കൂടി ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി കടുവും കൂടി ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി വേവിക്കാൻ വെച്ചതിനകത്ത് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ തേങ്ങ നമ്മൾ അരമുറി തേങ്ങ എടുത്തേക്കുന്നത്. ഒരു തേങ്ങയുടെ അരമുറി തിരുമ്മി കഴിയുമ്പോൾ 3/4 തേങ്ങ വേണം നമുക്ക് ഏകദേശം. എന്നാലേ അത്രയും പച്ചക്കറിക്ക് ആയോട്ട് 3/4 തേങ്ങ തന്നെ വേണം. എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പും ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കണേ, നല്ലോണം ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി. മീൻസ് ചെറിയ രീതിയിൽ ഇച്ചിരി വെള്ളം, അതായത് ഒരു 1/4 കപ്പ് വെള്ളം. 1/4 കപ്പ് ആവശ്യമില്ല, എന്നാലും ഇതൊന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിലുള്ള വെള്ളം മതി. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളമെല്ലാം തിളച്ച് നല്ല വേവുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അത് വേവുന്നത്. ചെറുതായിട്ട് ഇനി അരിഞ്ഞണം. ഉള്ളിക്ക് വേണ്ടി നമുക്ക് ഒരു തക്കാളിക്കയും കൂടെ ഇതിനകത്തൊന്ന് ആഡ് ചെയ്യാം.
ഒരു തക്കാളിക്ക് മതി. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. അപ്പം ഒരു തക്കാളി ഒന്ന് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വെക്കാം. നമ്മളിവിടെ 2 തക്കാളിയാണ് എടുത്തത്. 2 തക്കാളി എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി അങ്ങ് കൊടുത്തേക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കൂടുതലുണ്ട് പച്ചക്കറി, അതുകൊണ്ടാണ് നമ്മൾ 2 തക്കാളി എടുത്തേക്കുന്നത്. പച്ചക്കറി കുറവാണെങ്കിൽ ഒരു തക്കാളിയുടെ ആവശ്യമേ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഇച്ചിരി ഏറെ പച്ചക്കറി ഉള്ളതുകൊണ്ടാണ് 2 തക്കാളി എടുത്തേക്കുന്നത്. നമുക്കൊന്ന് ഇളക്കിയൊന്ന് കൊടുത്തേക്കാം. തക്കാളി എല്ലാം ഇളക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ചേക്കുന്ന പച്ചക്കറിയുടെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം. വാളംപുള്ളിയുടെ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഇനി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ട് നമുക്ക് അരപ്പും കൂടി ഇതിനകത്ത് ചേർക്കണം. ഇനി നമുക്ക് അരപ്പ് ഇതിനകത്ത് ചേർക്കാം. അങ്ങനെ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരപ്പെല്ലാം കൂടി പച്ചക്കറിയുടെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിട്ട അരപ്പിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അരപ്പിൻ്റെ ആ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അവിയലിൻ്റെ ഒരു സ്മെല്ലൊക്കെ ആയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഇത് അരപ്പെല്ലാം ചേർത്ത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിച്ചിരി കൂടെ ഒന്ന് പറ്റി കിട്ടിയിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരിച്ചിരി വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പം അധികം വെള്ളം യൂസ് ചെയ്യരുത്. അധികം വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ അവിയലിന് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം സദ്യക്കൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള അവിയലുണ്ടല്ലോ, അതാകുമ്പം ഡ്രൈ ആയിട്ടിരിക്കുന്നത്, ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. പിന്നെ അരപ്പ് ചേർക്കുന്ന കൂട്ടത്തിൽ വെള്ളം അധികം ചേർക്കില്ല. അരപ്പിൻ്റെ കൂടെ അരയ്ക്കുന്ന വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല വെള്ളമായിപ്പോവും. അതുകൊണ്ട് അരപ്പിനകത്ത് വെള്ളം കുറച്ച് ഒഴിക്കാവും. അപ്പോൾ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇറക്കി വെക്കാം. അപ്പം വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പം വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുവാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങി വെക്കാം. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുത്തിട്ട് വാങ്ങി വെക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പയിൽ നിന്ന് ഇറക്കാം. തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പയിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ മെത്തേഡാണ് പറഞ്ഞു തന്നേക്കുന്നത്. ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് അവിയൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ചാനൽ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഒന്ന്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. അവിയൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയേക്കുന്നത്. ഇത് നമ്മൾ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഉണ്ടാക്കിയേക്കുന്നത്. അവിയൽ 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇച്ചിരി വെള്ളമാകുന്ന രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മൾ ട്രൈ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മൾ സദ്യക്കൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.